നെയ്റോബിയിലെ അയ്യപ്പ സേവാ സമാജം പ്രവർത്തകർ കഴിഞ്ഞ 2 വർഷമായി ഒരു അന്വേഷണത്തിലായിരുന്നു. കൊടിമര പ്രതിഷ്ഠയ്ക്കായുള്ള ലക്ഷണമൊത്ത തേക്കിൻ തടിയെക്കുറിച്ചായിരുന്നു ആ അന്വേഷണം. ഒടുവിൽ 2023 മാർച്ച് 8 പാലാ പൂവർണി സ്വദേശി രാജന്റെ പുരയിടത്തിൽ നിന്നും ലക്ഷണമൊത്ത തേക്കിൻ തടി കണ്ടെത്തി. തുടർന്ന് ക്രെയിനിന്റെ സഹായത്തോടെ നിലം തൊടാതെ കുടവച്ചൂർ ചേരക്കുളങ്ങർ ദേവീക്ഷേത്രത്തിലെത്തിച്ചു. മെയ് 14 കൊടിമരം എണ്ണത്തോണിയിലേക്ക് 600 കിലോഗ്രാം എണ്ണയാണ് ഇതിനായി ഉപയോഗിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി 12 എണ്ണത്തോണിയിൽ നിന്നും തടി പുറത്തെടുത്തു. വെച്ചൂരിൽ നിന്നും ആദ്യം കൊച്ചിയിലേക്കും അവിടെ നിന്ന് കെനിയയിലേക്കും കൊടിമരം എത്തിക്കും. ഞങ്ങൾ കൊടിമരം വേണമെന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്കും തിരുമേനിയും അല്ലാതെ കൊടിമരമുള്ള അനുബന്ധപ്പെട്ട ആൾക്കാർ പറഞ്ഞ് നമുക്ക് അത് വേണമെങ്കിൽ കോൺക്രീറ്റിൽ ചെയ്യാം അല്ലെങ്കിൽ മരത്തിൽ ചെയ്യാം. അപ്പം ട്രഡീഷണലായിട്ട് നമുക്കത് മരത്തിൽ തന്നെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ നാട്ടിൽ ഒരു തേക്ക് മരം കണ്ടുപിടിക്കുകയും പിന്നെ അത് മാത്രമല്ല അതിനുള്ള പൂജാതി കർമ്മങ്ങൾ, തൈലാദിവാസം, ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യാൻ അതിനുള്ള സൗകര്യം നമുക്ക് നാട്ടിലാണ്. മെയ് മാസം അവസാനം കൊടിമര പ്രതിഷ്ഠ നടത്തി ഉത്സവം നടത്താനാണ് ശ്രമം. പ്രതിഷ്ഠാ ചടങ്ങിൽ കൊടിമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ ക്ഷേത്രത്തിലെത്തുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.